വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ എവിടേക്ക് പോവുകയാണ് അറിയില്ല. സോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പോവുകയാണ്. ഒരു ചെറിയൊരു കുഞ്ഞു ട്രിപ്പ് വ്ളോഗാണ്. ജസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ പാലക്കാട് തന്നെയാണ് കേട്ടോ. സോ എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ അതെ ഞാനുമുണ്ട്, അഖിലേട്ടനുമുണ്ട്. അഖിലേട്ടൻ ഒരു പുലിയാണ്, ഗർജിക്കുന്ന സിംഹം. അതേമ്പക്കം വിടുന്ന സിംഹം. സോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ വഴിയെ കാണാം കേട്ടോ. അങ്ങനെ പാലക്കാട് പൊള്ളാച്ചി വഴി ഞങ്ങൾ പഴനിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പഴനിക്ക് പോകുന്നുള്ളത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ഒരു അമ്പലം കൂടി ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ നമ്മൾ പഴനി എത്തി. ദേ കാണുന്നതാണ് നമ്മുടെ സ്വന്തം പഴനിമല. അങ്ങനെ ഞങ്ങൾ പഴനിയിലെത്തി. പക്ഷെ ഫോണൊന്നും അലൗഡ് അല്ലാത്ത കൊണ്ട് നമ്മൾ കാറിൽ തന്നെ വെച്ചിട്ട് പോകാനാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇതിൽ കൂടെ കാണുമ്പോൾ. ഇന്ന് തിരക്കോ ഒന്നും അറിയില്ല. ഇതാണ് ഇടുമ്പൻ മല. ആ കാണുന്നതാണ് ഇടുമ്പൻ മല. അത് കുറച്ചങ്ങനെ ചുറ്റി പോകണം. ഇത് പഴനിമല. മുരുകൻ്റെ ഫ്രണ്ടാണ് ഇടുമ്പൻ. അപ്പം ഞങ്ങൾ പഴനിയിൽ നിന്ന് റിട്ടേൺ പോവുക കേട്ടോ. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ മാർച്ചൊക്കെ അല്ലേ, എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറേ അധികം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ചുറ്റുപാടും എല്ലാം. സോ ഒന്നും കൂടി അടിപൊളിയായ പോലെ തോന്നി. നല്ല തൊഴുതിറങ്ങി. ഇനി നമ്മൾ നേരെ ഇപ്പോൾ കൊടൈക്കനാലാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് അടുത്താണല്ലോ. സോ നമ്മൾ കൊടൈക്കനാൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി കൊടൈക്കനാൽ വിശേഷങ്ങൾ കാണാം കേട്ടോ. വരൂ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ നമ്മൾ കൊടൈക്കനാൽ. എനിക്ക് ഊട്ടി അത്ര ഇഷ്ടമായില്ല, പക്ഷെ കൊടൈക്കനാൽ നല്ലൊരു വ്യൂ. ഇത് ശരിക്കും ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാനാട്ടോ ഒന്നുകൂടി രസം. നല്ല രസമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ മാത്രം മലകേറിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടികളൊന്നുമില്ല. സ്കൂള് എക്സാംസ് ഒക്കെ ആണല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കൊടൈക്കനാൽ. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം എനിക്കധികം ഞാൻ ഉറങ്ങും, വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടായിരിക്കും. എനിക്ക് ഊട്ടീനെക്കാട്ടിലും ഇഷ്ടമായിട്ടോ. ഊട്ടിയിൽ കുറച്ചൊക്കെ എണിച്ചിരുന്നിരുന്നു, പക്ഷെ നല്ല രസമുണ്ട് ഇപ്പം ഇത്ര നേരം. പക്ഷെ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇടയിൽ കടകളൊക്കെ കണ്ടു കേട്ടോ. ചുമ്മാ ഞാനൊരു വിവരണം തരാൻ വന്നതാ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം എത്ര മണിക്കൂർ? നമ്മൾ 8:10 ആവുമ്പോൾ എത്തും. ഇനിയുണ്ടോ 1 hour? ഓ ഈശ്വര. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഹിൽ സ്റ്റേഷൻ അധികം ഇഷ്ടമല്ല, പക്ഷെ കൊടൈക്കനാൽ എനിക്കിഷ്ടമായി. ഇനി നമുക്ക് ബാക്കി കാണാം. ഇതല്ല കൊടൈക്കനാല്. ഞാൻ പറഞ്ഞില്ലേ തിരക്കില്ല, ഒട്ടുമില്ല. കാരണം എക്സാംസ് നടക്കുകയല്ലേ, അതുകൊണ്ട് എല്ലാവിടെയും 50% ഓഫാണ് ഈ റൂംസിനൊക്കെ കേട്ടോ. എല്ലാവിടെയും റൂം തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുകയാണ്. കൊടൈക്കനാൽ എത്തിയതും ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ നോക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അതിൻ്റെ ഒരു വാട്ട് ഈറ്റ് ഇന്നിടെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. കൊടൈക്കനാലൊക്കെ എത്തിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം കേട്ടോ. കാരണം അവിടെ അത് ഏതൊരു ഹിൽ സ്റ്റേഷൻ ആയാലും അങ്ങനെ തന്നെയാണ്. കാരണം തണുപ്പ് കൂടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് സാധനങ്ങളൊന്നും തന്നെ കേടുവരാത്ത കൊണ്ടാട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടെ ഒരു ഹോം സ്റ്റേയിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. വേറെ ഞങ്ങൾ തപ്പാനൊന്നും നിന്നില്ല. നമ്മളടുത്ത് ഒരാൾ അപ്രോച്ച് ചെയ്തു, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി. താഴത്തെ അവരുടെ ഫാമിലി ഉണ്ട്, മുകളിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ പടി കയറി നമ്മുടെ മുകളിലാണ് നമ്മുടെ റൂം വരുന്നത്. കുറേ അധികം ഇപ്പോൾ എക്സാംസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് അധികം തിരക്കൊന്നും, ഞാൻ വെറുതെ തിരക്കില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഞാനൊരിക്കൽ കൊടൈക്കനാൽ വന്നപ്പോൾ വണ്ടി നിർത്താനോ നമുക്ക് നടക്കാനോ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ
ഒട്ടും തിരക്കില്ല കേട്ടോ, ഒട്ടും പറഞ്ഞാൽ ഒട്ടും തന്നെ ഏത് സ്ഥലങ്ങളിലും തിരക്കില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി കേട്ടോ. അപ്പോൾ റൂമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവരുടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ 3 റൂമുകളുണ്ട്. അതുപോലെ നമുക്കൊരു ബാൽക്കണി വ്യൂ ഉള്ള ഒരു റൂമാണ്, ഹോം സ്റ്റേ ആണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് കുറേ ഒരു നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ ഹോട്ടലും കാര്യങ്ങളൊന്നും തപ്പാനൊന്നും നിന്നില്ല, കാരണം ഇത് ഓൾറെഡി ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് തന്നെ പോയി. പിന്നെ അടിയിൽ കുറച്ച് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഹോട്ടലപ്പോൾ രാത്രി നേരം ആയതുകൊണ്ട് തപ്പണ്ടെന്ന് വിചാരിച്ചു. നല്ലൊരു റൂമാണ്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ് കേട്ടോ. നമ്മൾ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റൂമും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ ഹോട്ട് വാട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ അതിനുമാണ് ഞാൻ ബാത്റൂമിലോട്ട് പോകുന്നത്. പക്ഷേ ഹോട്ട് വാട്ടർ മാത്രം ഹീറ്റർ അവർ ഓണാക്കിയാൽ മാത്രമേ നമുക്ക് വെള്ളം ഹോട്ടായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള വെള്ളമാണ്. പിന്നെ ക്ലൈമറ്റ് ആയാലും കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ്, അതായത് അധികം ചൂടില്ല, രാത്രി മാത്രമാണ് തണുപ്പ്. രാവിലെയൊക്കെ അത്യാവശ്യം ചൂടും വെയിലും തണുപ്പും ഒരുമിച്ച് വരുന്ന പോലത്തെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങി. അതിന് ശേഷം എണീച്ച് നോക്കുമ്പോൾ രാവിലത്തെ ഒരു വ്യൂ ആണ്. ഇത് ഏകദേശം 7:30 കഴിഞ്ഞു കേട്ടോ. 7:30 ആകുമ്പോഴേക്കും സൂര്യനൊക്കെ വരും. ആ ഒരു വ്യൂ ആണ് അങ്ങോട്ട്. ഇതാണ് നമുക്ക് ബാൽക്കണി വ്യൂ ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാൽക്കണി വ്യൂ. പിന്നെ നമ്മൾ നമ്മുടെ റൂമിലായതുകൊണ്ട് തന്നെ മെല്ലെ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞങ്ങൾ കുറേ വില്ലേജസ് ആണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. കുറേ അധികം ട്രാവൽ ചെയ്യാനാണ് ഉള്ളത്. വ്യൂ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്കൊരു അടിപൊളി ഫീലിംഗ് ഉണ്ടാവുക. സ്ഥലങ്ങളൊക്കെ നമുക്കൊരു വ്യൂ പോയിന്റ് അത്രേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ് കേട്ടോ. അതായത് നമ്മൾ കുറേ ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നിശബ്ദത, ആരുമില്ലാത്ത ഒരു നല്ലൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണ് തോന്നിയത്. പിന്നെ രാവിലെ നമ്മൾ ഇഡ്ഡലിയും ചട്നിയും കൂടി ഫുഡൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ കൊടൈക്കനാലിലെ ലേക്കിലാണ് കേട്ടോ ഉള്ളത്. ഇത് കാണാത്തവരാരും ഉണ്ടാവില്ല. പ്രിൻസസ് ഓഫ് ഹിൽസ് 4 കാണിച്ചു തരികയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല, ടൂറിസ്റ്റുകൾ ആരും അധികം ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈവനിങ് ബോട്ടിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി രസമായിട്ടുണ്ടാവും. യെസ്, ആരുമില്ല. ചിലരവിടെ ഹോഴ്സ് റൈഡൊക്കെ നടത്തും. എവിടെ? ചിലരവിടെ ഹോഴ്സ് റൈഡൊക്കെ നടത്തുന്നുണ്ട്. ആ, നമുക്കൊരു ഈവനിങ് ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഹോഴ്സ് ഡ്രൈവ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്ര തണുപ്പൊന്നുമില്ല, പ്രതീക്ഷിച്ചത്ര തണുപ്പൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഈസി. പക്ഷെ ഇവിടെ ഉള്ളവരെ കാണുമ്പോൾ എനിക്ക് അസൂയാണ്, കാരണം പാലക്കാട് ചൂടുന്നൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. അതെ. സോ നമ്മൾ നെക്സ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ഞാൻ എന്നെ തന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളാട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ ലേക്കിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈവനിങ് ആയാലും നാളെ ആയാലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ വിചാരിച്ചു വില്ലേജ് വിസിറ്റിന് പോവാന്ന്. നമ്മളിതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പോവുക തന്നെയാണ്, പക്ഷെ ഒരു നല്ല രസമുണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ പോകുമ്പോഴേ ആ രസം നമുക്ക് കിട്ടുള്ളൂ. കാണുമ്പോൾ ആ ഒരു രസം നമുക്ക് കിട്ടില്ലായിരിക്കാം, എനിക്കറിയില്ല. ഇങ്ങനെ കുറേ പൈൻ ട്രീസും നല്ല കാടുകളും ചുറ്റുമായിട്ടാണ്. ഇവിടെ നിന്നും പക്ഷെ ഇറങ്ങാൻ പാടില്ല. നമ്മളിപ്പോൾ പഴനി മല വ്യൂ പോയിന്റ് ആട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പല്ല, നല്ല സുഖമുണ്ട്. അപ്പോൾ ഇവിടെ ഇതിലേതോ ഒന്നാണ് പഴനിമല, ഏതാന്ന് അറിയില്ല കേട്ടോ. ഇതിലേതായിരിക്കും പഴനിമല? ഇതിലേതോ ആണ് പഴനിമല, നമുക്കറിയില്ല. അവർ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കോഴിയെ കാണിച്ചു കൊടുക്കുക. ഇത് കൊത്തുകോഴിയാണ് നടക്കുന്നത്. എനിക്ക് അതിൻ്റെ കൊത്തുകോഴി കൊത്താൻ നമ്മളിങ്ങനെ നടന്നു പോവുക കേട്ടോ. വണ്ടിയിലേക്ക് പിന്നെ എവിടേക്കാ? നെക്സ്റ്റ് നമ്മുടെ വ്യൂ പോയിന്റ് വന്നിട്ട് പൂമ്പാറൈ വില്ലേജ് വ്യൂ പോയിന്റ് ആണ്. നല്ല രസമുണ്ട്, എല്ലാം ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഉണ്ട്. ഇതാണ് പൂമ്പാറ വില്ലേജ് വ്യൂ പോയിന്റ് കേട്ടോ. അവിടെയൊക്കെ ഹൗസ് ഒക്കെ ഉണ്ട് അവിടെ എവിടെയോ.
വരുന്ന വഴിക്ക് കണ്ടിരുന്നു. ഇതൊരു വില്ലേജ് ആട്ടോ, ഇവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ, അത് മാത്രമേ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ അങ്ങോട്ടേക്ക് ആ ലേക്കിൻ്റെ അവിടെ മാത്രമേ കുറച്ച് നമുക്ക് ആക്ടിവിറ്റീസൊക്കെ ഉള്ളൂ. പിന്നുള്ളതൊക്കെ വ്യൂ പോയിൻറ്റ്സ് ആട്ടോ. ഇതാണ് നമ്മുടെ പൂമ്പാറ വ്യൂ പോയിൻറ്റ്. ലുക്ക് സോ പ്രിട്ടി. വരട്ടെ, വാ. അഖിലേട്ടനും വാ. ഗോഡ് ഫാം എന്ന് പറഞ്ഞിട്ട് ആടുകളൊന്നും ഇല്ല കേട്ടോ, പക്ഷെ നല്ലൊരു പോയിന്റാണ്. നല്ല രസമാണ്. ചെറിയൊരു ചൂടും അല്ലേ? യെസ്, നല്ല സുഖാട്ടോ. ഞങ്ങളിവിടെ തന്നെ കഴിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്, മാഗി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അടുത്ത ഒരു പ്ലേസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ലേക്ക് കാണാൻ വേണ്ടി അവിടുന്ന് ഇത്രയും ദൂരം നടക്കുകയാണ് കേട്ടോ. അമ്മേ, നല്ല രസമുള്ളൊരു ലേക്കാട്ടോ. ഇവിടെ ഫുള്ളിങ്ങനെ പച്ചപ്പ്. പിന്നെ എനിക്ക് തോന്നുന്നു എക്കോ അടിക്കും തോന്നുന്നു, എനിക്കറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ, ഒരു നല്ല രസമുണ്ട്. എനിക്ക് എങ്ങനെയാണ് വർണ്ണിക്കുകയെന്നറിയില്ല. വർത്തിട്ടാണോ ചോദിച്ചാൽ അതെ, നല്ലൊരു തണുപ്പ്. അവിടെ ഒരു, ഞാൻ എന്തൊക്കെയാ പറയണേ, കയറി വന്ന ക്ഷീണത്തില. നമ്മൾ കൂകല്ലിക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ. നമ്മൾ കുറേ ദൂരം ഉള്ളിലോട്ട് പോകണം. ഒരു വണ്ടിക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ നിന്നൊരു വണ്ടി വന്നാൽ നമ്മളിവിടെ സ്റ്റക്കാവും. പക്ഷെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് പേടിയാവും ഈ ഒരു വഴികളൊക്കെ. ഇതാണ് കൂഗൽ ലേക്ക് വ്യൂ കേട്ടോ. ലേക്ക് ആൻഡ് സോ മെനി മൗണ്ടെയ്ൻസ്, അതാണ് ഒരു വ്യൂ. ഈ വ്യൂ കാണാനാണ് നമ്മൾ കുറേ ദൂരം വന്നത് അല്ലേ. 8 കിലോമീറ്റർ വന്നു, അതായത് ഉള്ളിലോട്ട് 8 കിലോമീറ്റർ. നമ്മൾ മണ്ണന്നൂർ എവിടെ പോയി, എല്ലാം അവിടെ ഇതേപോലെ ലേക്കുകൾ അല്ലേ. മൗണ്ടെയ്ൻസ്. ഇവിടെ ആൾ താമസമുള്ളത് അല്ലേ. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. വീഴണ്ട. പിന്നെ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്, ലേക്കിലേക്ക് തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ ബോട്ടിംഗ് ഒക്കെ ചെയ്യും കേട്ടോ. അതായത് ഇവിടെ ട്രാവൽ ഇങ്ങനെ നമ്മൾ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാം നല്ല തിരക്കില്ലാത്ത കൊണ്ട് തന്നെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഏകദേശം നമ്മളെല്ലാ വില്ലേജും പോയി വിസിറ്റ് ചെയ്തു, അവിടുത്തെ വ്യൂസൊക്കെ നോക്കി. പിന്നെ ഇനി അവസാനം നമ്മളിവിടെ ലേക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഗുണ കേവിൽ പോയിട്ടില്ല. പിന്നെ ഇവിടെ പൈൻ ഫോറസ്റ്റ്. യെസ് നമുക്ക് സൈക്ലിംഗ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം അല്ലേ. അഖിലേട്ടനും ഞങ്ങൾ ഡബിൾ ഡക്കർ സൈക്കിളിൽ പോവുകയാണ് കേട്ടോ. അഖിലേട്ടനാണ് ഡ്രൈവർ. അങ്ങനെ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒരു എക്സസൈസ്. നല്ല രസമുണ്ട് കേട്ടോ സൈക്കിളിൽ അഖിലേട്ടൻ്റെ കൂടെ പോവാൻ. ഈ അങ്ങനത്തെ ഒരു സൈക്കിൾ വാങ്ങണം. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് മെല്ലെ ഓടിക്കാൻ അറിയാമല്ലോ, കണ്ടോ. കാണില്ല തോന്നുന്നു ഫോൺ. ഇനി പോണ്ട. ഞങ്ങൾ ഡബിൾ ഡക്കർ വണ്ടിയിൽ, ഡബിൾ ഡക്കർ സൈക്കിൾ പോകാ.